ഭയങ്കര പേടിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും. പക്ഷെ എനിക്ക് ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പേടികൾ ഫേമസ് ആണ് ഇവർക്ക് എല്ലാവർക്കും. ശരിക്കും ഇവർക്ക് എല്ലാവർക്കും തൊമ്മിക്കറിയാം. രാത്രിയാകുമ്പോൾ ഞാൻ ചത്തു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതൊക്കെ അവര് സ്ഥിരം പറയാവുന്നതാണ്. അതിന്റെ ഫേമസ് ആണ്. അവര് പടം വരെ എടുത്താണ് മ്യൂസിക്കൽ ചെയർ എന്നുള്ളത്. സുനിൽ ജോർജ് ഞങ്ങൾ പരിചയപ്പെടുത്തിയില്ല. മലയാളത്തിലെ കോസ്റ്റ്യൂം ഡിസൈനർ നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അവൻ. അപ്പം സാഹചര്യം പരിചയപ്പെടുത്തില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ പടത്തിലെ കണ്ടന്റിനോട് എനിക്ക് പേടിയില്ല. പടം ഉണ്ടാക്കുമ്പോൾ പേടിയില്ല. പടത്തിനോടൊന്നും ഐഡിയയോട് പേടിയില്ല. ബാക്കിയുള്ള ഫിയേഴ്സ് ഉണ്ടെന്നുള്ളൂ. ഈ രാത്രിയോ ഉറങ്ങാൻ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ മറ്റേ അങ്ങനത്തെ ലൈഫിൽ ഫിയേഴ്സ് ഉണ്ടെങ്കിലും ഈ സിനിമയോട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്ത പടമായതുകൊണ്ട് നമ്മൾ മരണഭയം മരിച്ചു എന്നുള്ള സീനില് മരിച്ചു ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു മറ്റേ ആ സീൻ. അതായത് വിഷ്ണു ഇപ്പൊ ഞങ്ങൾ ഈ കഥ കേൾക്കാൻ പോകുന്ന എവിടെ അറിയോ? എവിടെയൊക്കെ ഞങ്ങൾ ഈ കഥ കേൾക്കാൻ ഡയറക്ടർ വിളിക്കുന്ന എവിടെ ഇരിക്കും? മരിപ്പിന് ഞങ്ങൾ വിളിക്കുന്ന റിനെ മെഡിസിറ്റിയുടെ ക്യാൻറ്റീനിലാണ്. അവിടുത്തെ ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ട് പുള്ളി ഇരിക്കും. ഞാൻ ചെറിയ എന്നെ ഇവിടെ വിളിച്ച് അങ്ങോട്ട് നോക്കൂ. അപ്പോൾ അവിടെ ഒരു ICU ഉണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ഹാർട്ട് സ്പെഷ്യലിസ്റ്റിന്റെ സംഭവമുണ്ട്. പ്രശ്നം അങ്ങോട്ട് ഓടിക്കറിയാൻ മതിയല്ലോ എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. അതെനിക്ക് ബേസിക്കലി രാത്രിയാകുമ്പോൾ എനിക്കൊരു നെഞ്ചുവേനാണെന്ന് വിചാരിക്കും, ഗ്യാസ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ റിനെ മെഡിസിറ്റിലോട്ട് അവിടെ ചിലപ്പോൾ ഡോക്ടർ എനിക്ക് അവിടെ പരിചയം എന്നെ കാണുമ്പോൾ ഇഞ്ചക്ഷൻ തരും. അപ്പൊ തരുമ്പോഴേക്കും പിന്നെ ഞാൻ കുറച്ച് രാത്രി ആശുപത്രിയിലാകുമ്പോൾ ചത്താലും പേടിക്കണ്ടല്ലോ. കാരണം എന്തെങ്കിലും വന്നാൽ തന്നെ ഹോസ്പിറ്റലാണ് അതാണ് പറയണത്. സ്ഥിരമാണത്. ഇപ്പൊ പക്ഷെ കൺട്രോളാണ്. ഇപ്പൊ കുറഞ്ഞ അത് ഭയങ്കര ഡാർക്കാണ്. അതുണ്ട്. അത് ചതിപ്പ് ഇത്തിരി കൺട്രോളാണ്. എനിക്ക് വേണത് രാത്രിയാകുമ്പോൾ വെറുതെ ഒരു പേടി വരും. അമ്മയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ്. അപ്പൊ ഞാൻ നോക്കി വേറെ രണ്ടുപേരും വന്നേക്കും. വല്ല കാണാനൊന്നും ഒരിക്കലും അസുഖം ഉണ്ടെന്ന് വിചാരിക്കാതെ ജിമ്മിൽ പോകുന്ന രണ്ടുപേരും. എന്താ പ്രശ്നം? അറ്റാക്കാണെന്ന് തോന്നുന്നത്. സംഭവം അവർക്കും ഗ്യാസ് അല്ല. അപ്പൊ കോമൺ ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്റെ പേടി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആരും പറയാറില്ല. വീട്ടിൽ കിടന്ന് തുടങ്ങുന്നു. ഞാൻ മാത്രം ഹോസ്പിറ്റലിൽ പോകുന്നു. മ്യൂസിക്കൽ ചെയറിലെ പേടികളൊക്കെ എടുത്തിട്ടാണല്ലോ പാടാൻ. അതെ അതെ. ദൈവത്തിനോടുള്ള വിരക്തിയാണ്. അല്ലല്ല, ദൈവത്തിനോടുള്ള അമിതമായ ഇത് അഭിനിവേശം പറയാം. അതാണ് തോന്നില്ലല്ലോ. അതും പിക്ചർ അഭിമി ബാക്കി അതിനകത്താണ് കിടക്കണേ. ഇതൊരു വിരക്തിയല്ലട്ടാ. അത് ഒരിക്കലും ഗോഡ് ഫിലിമാണ് ആക്ച്വലി ഇത്. മറ്റേതല്ല. നമുക്ക് അങ്ങനെ തോന്നണാണ് ആ ട്രെയിലറും പരിപാടിയൊക്കെ വരുമ്പോ. പിന്നില്ലേ വിശ്വസിക്കുന്നുണ്ടാവുന്ന ദൈവത്തിന് മാത്രം വിശ്വസിച്ചിട്ട് ഓവറായാലുള്ളൂ. പക്ഷെ ഇതിലൊക്കെ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ നോക്കുമ്പോ ഒരു മൊത്തത്തിൽ തന്നെ ക്രിസ്ത്യാനിറ്റിന് സ്പെസിഫിക്കലി ട്രോൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്ന ഒരു ആക്ഷേപഹാസ്യമുള്ള പോലെ തോന്നുന്നു. ആക്ഷേപഹാസ്യം ഉണ്ട്. പക്ഷെ അത് ക്രിസ്ത്യാനിറ്റിനെയാണോ അത് റിലിജനെ ട്രോൾ ചെയ്തിട്ടുണ്ട്, ക്രൈസ്റ്റിനെ ട്രോൾ ചെയ്തിട്ടില്ല. ആ ഡിഫറൻസ് ആണ് പടം. കുറച്ചുകൂടി പണവും കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലേ ഇപ്പൊ നമുക്ക് വിപിനാട്ടിൽ നിന്ന് ഈ അനുരാഗിന്റെ ഒക്കെ ബ്ലഡ് ഇല്ലാത്ത വേർഷൻ അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. യൂണിറ്റ് വണ്ടി കണ്ടേ പുള്ളിക്ക് അപ്പം ഹാർട്ട് അറ്റാക്ക് വരും, അതല്ലേ നെഞ്ചുവേന വരും. അതായത് പുള്ളിക്ക് വലിയ സെറ്റപ്പുകൾ കാണാൻ പാടില്ല. പുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, പുള്ളിയെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ മാത്രമേ പുള്ളിക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് വിപിനാട്ടിൽ നമുക്ക് അതെടുത്തു ഇതെടുത്തു. അയ്യോ വേണ്ട, ഞാൻ ഡ്യുവൽ ക്യാമറ എടുത്തില്ല. അയ്യോ വേണ്ട, ഒറ്റ ക്യാമറ മതി. അത് പുള്ളിയുടെ ക്യാമറമാൻ, പുള്ളി പറയുന്ന ക്യാമറ, പുള്ളി കാണുന്ന ആൾക്കാർ, പുള്ളിയുടെ ഫ്രണ്ട്സ് അഭിനയിക്കാൻ, എന്നാലേ പുള്ളിക്ക് പറ്റത്തുള്ളൂ. അങ്ങനെയല്ല. കംഫർട്ട് സോൺ ഞാൻ പണ്ട് TV ഷോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഇന്റർവെല്ലിന്റെ സമയത്ത് നമ്മുടെ കൂട്ടുകാരാണല്ലോ, ഇത് കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിപ്പിക്കായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും TV വരാതെ നമ്മുടെ കൂട്ടുകാരെ തന്നെ അഭിനയിപ്പിച്ചിരുന്നത്. അപ്പൊ അവരെയൊക്കെ അഭിനയിപ്പിച്ച് എനിക്ക് ശീലമായി. അപ്പൊ കുറച്ച് കംഫർട്ടാണ് ചെയ്യിക്കാനായിട്ട്. പിന്നെ സെറ്റപ്പിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ബെന്നൊക്കെ അത്യാവശ്യം സെറ്റപ്പ് ഉണ്ടായിരുന്നു വലുതായിരുന്നു. ബെന്നും എല്ലാം സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എനിക്ക് തോന്നണതേ കുറേം കൂടി ഇപ്പൊ എനിക്ക് മ്യൂസിക്കൽ ചെയർ എടുത്തപ്പോൾ ആൾക്കാരുണ്ടായില്ല. ഇപ്പൊ 3-4 പേരുണ്ടായിരുന്നു. 1.5 വർഷത്തിന് മേലെ എടുത്തു. പക്ഷെ എന്ത് ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവർ എടുക്കാൻ പറ്റും. നമുക്ക് മറ്റേ ക്യാമറയുടെ വാടക അത് എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു സാധനം കിട്ടൂല. മറ്റേ നമുക്ക് ആ ടെൻഷനില്ല. മറ്റേത് നമുക്ക് ടെൻഷൻ വരും. കാരണം ഇത്രയും പൈസ ഇതിന്റെ പുറകിലുണ്ട്, ഇത്ര ആൾക്കാർ നിൽക്കണേണ്. മറ്റേത് നമ്മൾ ഇന്ന് എടുത്തില്ലെങ്കിൽ എടുത്തില്ലെന്നേ ഉള്ളൂ, വേറെ സീനില്ല. നമുക്കിപ്പോ ഒരു ഷോട്ട് എടുത്ത് ഒരു മഴക്കാലത്ത് ഒരു സാധനം ഒരാൾ നിൽക്കണടുത്ത് മഴ എടുത്ത് അതിന് മഴ പോകും. മറ്റങ്ങനെ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം പൈസ ഇത്ര ഇൻവോൾവ് ആണ്. അപ്പൊ ഫ്രീഡം കിട്ടുമെന്ന് മനസ്സിലായി അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. മറ്റതിൽ അതില്ല, ഫോഴ്സ്ഡ് ആണ്. വി മസ്റ്റ് ഷൂട്ട് ദിസ്, ഫിനിഷ് ചെയ്തേ പറ്റൂ. കാരണം ഇന്ന് ക്യാമറയ്ക്ക് തന്നെ യൂണിറ്റും എല്ലാം കൂടി കൂട്ടി 2.5-3 ലക്ഷം 4 ലക്ഷം രൂപ ചിലവുണ്ട് ഒരു ദിവസം. അപ്പൊ ആ ബേർഡ് നമുക്കില്ല. അപ്പൊ അങ്ങനെ എടുത്തപ്പോൾ എനിക്ക് തോന്നി ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ പൊമ്പളരും എടുത്തപ്പോഴും എനിക്ക് വളരെ ചെറിയ ക്രൂവിലെടുത്തേ. അപ്പോൾ കോവിഡ് പടം. അപ്പം ഞാൻ എന്താ വെച്ചാൽ എനിക്ക് അത് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി പ്രഷറില്ല. നമുക്കപ്പോൾ ഇഷ്ടമുള്ള പോലെ നമുക്കൊരു സിനിമ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. മറ്റത് പറ്റത്തില്ല.
മറ്റത് ഭയങ്കര സാധാരണ പോലെ ആയിപ്പോ. തുമ്മിയെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ കേരളത്തിലെ പുരുഷന്മാരുടെ ഫാഷൻ ഒരു ദിശയ്ക്ക് പോകുമ്പോ തൊമ്മി മാത്രം വേറൊരു ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും. എന്താണ് ഈ ഫാഷൻ സെൻസിന്റെ പിന്നത്തെ ഒരു എന്റെ പെർസ്പെക്റ്റീവ് തന്നെ വേറെ ഇല്ലടോ. അതായത് പഴയ സീരിയസ് സീൻ മാറ്റ്. നിന്റെ തൊമ്മിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട്. ഇതിപ്പോ പീറ്റർ എന്നാണ് ഈ പേഴ്സണാലിറ്റിയുടെ പേര്. ഇയാൾ എപ്പോഴും സീരിയസ് സംസാരിക്കും. ഇതിന് വേറൊരു ഒറിജിനൽ പേഴ്സണാലിറ്റി മറ്റതുണ്ട്. അത് പുറത്തു വരുത്താണ് ഞാൻ പറഞ്ഞത്. പറയണം. ഇതങ്ങനെയല്ലോ പണ്ട് ചെറുപ്പം പോലെ അതിന്റെ മ്യൂസിക്കിൽ വന്ന കാരണം ആ ബാൻഡിന്റെ ഒരു സ്റ്റൈല് 80s 90s. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റൈൽമെന്നായിട്ട് ഇങ്ങനെയായിട്ട് നിൽക്കണം. ഈ വർഷം കാണുമ്പോഴായിരിക്കില്ല അടുത്ത വർഷം, കഴിഞ്ഞ വർഷം എല്ലാം വ്യത്യാസമായിരിക്കില്ല എപ്പോഴും. ഇതിനു വേണ്ടി മാത്രമല്ല ഇവൻ ഒരു ദിവസം മലേഷ്യയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കും ഇവനല്ല വന്നേക്കണം, വേറെ ആള്. മലേഷ്യയിലാണ് സിംഗപ്പൂരിൽ മലേഷ്യയിൽ തിരിച്ചു വേറൊരു മനുഷ്യൻ വന്നേക്കണം. ഇത്രയും താടിയും ഇത്രയും മുടിയൊക്കെ ആയിട്ട് വേറൊരാള് മൾട്ടിപ്പിൾ പേഴ്സൺ. ഒരു ദിവസം പുള്ളി ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിരിക്കും ഒരു ഡിയോയില്, ഹോണ്ട ഡിയോയില് ഓൾ ഇന്ത്യ ട്രിപ്പ്. ഞാൻ ചിന്ത ഒരാൾ ചായ കുടിക്കാൻ വിളിച്ചാൽ ഇവിടുന്ന വിളിച്ചത് എവിടുന്ന വശിഷ്ഠിന്ന് 12 ദിവസം കഴിഞ്ഞ് ചായ കുടിച്ചത്. അത് വേറെ കോമഡി അറിയാം. അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് ദിവസം അവിടെ ഇരുന്നപ്പോഴേക്കും പുള്ളിക്ക് അവിടെ നിൽക്കുന്ന ഒരു സ്വാമിയുടെ കമ്പനി ആയി കഴിഞ്ഞ് അയാളെ കുറച്ച് ഹെൽപ്പ് ഒക്കെ ചെയ്തപ്പോൾ അയാൾ പോയി. അപ്പൊ അവിടുത്തെ ആൾക്കാർ സ്വാമിയാണെന്ന് വിചാരിച്ച് എന്നിട്ട് ഇവനോട് അല്ല അവിടെ പൂജ ചെയ്ത കാരണം എനിക്ക് തിരിച്ചു വരാനുള്ള പൈസ അത് കിട്ടി. അവിടെ പൂജ ചെയ്തവരോട് സ്വാമിയായിട്ടിരുന്ന അവിടെ ഒന്നും പറയല്ല, സമ്മതി ഭർത്താക്കി പ്രബന്ധം അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ചില്ലറൊക്കെ നമുക്ക് കിട്ടി ഇങ്ങനെ ഒരു മാസം അവിടെ സ്വാമി. അല്ല മലേഷ്യയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് അവിടെ ലാസ്റ്റ് ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു മുടിയും താടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കളർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ കളർ ചെയ്താണ് എല്ലാം. തിരിച്ചു വന്നപ്പോഴോട് പറഞ്ഞേ കിളി പോയി എന്താ എനിക്ക് മലേഷ്യയിൽ വെച്ചിട്ട് കുണ്ടലിനി ഓപ്പൺ ആയിരുന്നു. കുണ്ടലിനി ഓപ്പൺ ആയിട്ട് എടുത്ത് വന്നേക്കണം ഇവിടെ. അത് മൊത്തത്തിൽ കട്ടായി. തിരിച്ചു വന്നിട്ട് എയർപോർട്ടിൽ വന്നിട്ട് എന്നെ 2 മണിക്കൂർ മാറ്റി നിർത്തിയവര്. അതായത് പാസ്പോർട്ടിലുള്ള ഞാൻ നമ്പർ മാറ്റി നിർത്തി. എന്നിട്ട് എന്നെ അപ്പൊ പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് റെഡിയാക്കിയിട്ട് അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. പുള്ളിയാണ് എന്നെ പുറത്തോട്ട് ഇറക്കി വിട്ടത്. അവര് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിളിച്ചത് ഡ്രഗ് ഡീലറാന്ന് ഓർത്ത്. അത് കുണ്ടലിനി ഓപ്പൺ ആയിരുന്ന ശരിക്കും അത് നീ പറഞ്ഞില്ല. കുണ്ടലിനി ഓപ്പൺ ആയതല്ല, എവിടെയോ വെച്ചിട്ട് ഓപ്പൺ ആയി. തിരിച്ചു വന്നപ്പോഴേ അതിൽ കേൾക്കണവർക്ക് അറിയാൻ പറ്റുമായിരിക്കും സാധനം, അല്ലാണ്ട് എനിക്കറിയാൻ പറ്റില്ല. നമ്മുടെ മനസ്സെവിടെ ഇരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുമോ? മനസ്സ് അതേപോലെ ഈ സാധനങ്ങളൊക്കെ പറയണ സാധനങ്ങളല്ലേ എവിടെ ഇരിക്കണം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഞാൻ തിരിച്ചു വരുമ്പോ ഇവൻ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടിരിക്കുന്നു. സാധനമൊക്കെ വേറെ ലെവലിലായിട്ട് ഞങ്ങൾ പേര് പറയണല്ലോ. ഒരു പടം കാണാൻ പോയി, സാധാരണ മലയാളം പടം. അച്ഛനെ കുണ്ടലിനി ഓപ്പണായി ഈ പടം താൻ കാണിക്കണേന്ന്. എന്നിട്ട് പുറത്തോട്ട് ഇല്ല ഞാനിവിടുന്ന് ബൈക്ക് എടുത്തിട്ട് ഒരു ട്രിപ്പ് അങ്ങോട്ട് പോയിട്ട് ഓൾ ഇന്ത്യ പോയി എന്റെ കിളിയൊക്കെ പോയിട്ട് അങ്ങനെ സീൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിയാണ് വിളിക്കുന്നത്. തൊമ്മി നീ ഇപ്പൊ എവിടെയുണ്ട്, പടം തുടങ്ങാൻ പോടും. ഞാൻ പറഞ്ഞു ഞാനിവിടെ വശിഷ്ഠിലാടോ, ഞാൻ ഹിമാചലാടോ. ഇവിടെ നീ എത്രയും പെട്ടെന്ന് നോക്കണം, നിന്നെ മമ്മി വിളിക്കണ്ട്, പിള്ളേരെ കണ്ടേ പറഞ്ഞു. ഒന്നും നോക്കിയില്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് അപ്പത്തിന് അതെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു കോളാണ് നമുക്ക് അത്യാവശ്യം. വെറുതെ ചായ കുടിക്കാൻ വേണ്ടി അങ്ങ് പോവല്ലേ. വിളിച്ചു അത് അവനത് എനിക്ക് വാട്സപ്പിൽ എനിക്ക് ലൊക്കേഷൻ വിട്ട് ഇപ്പൊ നമുക്ക് 12 ദിവസമുണ്ട്. 12 ദിവസത്തിൽ എത്തിയാണ് അവിടെ ബൈക്കില്. അത് നമുക്കൊക്കെ അറിയാൻ പാടില്ല. നാളത്തെ കാര്യം നമുക്ക് അറിയാൻ പാടില്ല. പോകുമ്പോൾ ഇവിടെ താമസിക്കണം നമുക്ക് അറിയാൻ പാടില്ല. ചിലവർ ബ്ലോഗ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫുഡ് കിട്ടും, ഇവിടെ താമസിക്കാൻ ഇങ്ങനെ. പക്ഷെ അവരെങ്ങനെ പെരുമാറണമെന്ന് അവർ നമ്മൾ പറയണില്ലല്ലോ. അത് മാത്രല്ല പോയി ഫുള്ള് കറങ്ങി നേരെ പാലോട്ട് വന്ന് അടിച്ചുനെല്ല് വീണ് കൈ ഫ്രാക്ചർ പൊടിഞ്ഞ് അവിടെ വരെ പോയി. വസിഷ്ഠന് പോയി ഒന്നും പറ്റിയില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് മിസ് ചെയ്ത കുറെ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ പിന്നെ നമ്മ പോകും. നമുക്ക് മറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ വേണ്ടി പോകൂലേ. ടൈം പാസസ് സോ ക്വിക്ക്ലി, ടു ക്വിക്ക്ലി ഫോർ സം. സെയിം ആ സാധനം കിട്ടിയില്ലേ? അതെ ഇന്റലക്ച്വൽ അല്ല സുനിൽ ജോർജ്. ആക്ച്വലി കോസ്റ്റ്യൂം അവൻ ഒരുപാട് സിനിമകൾ വർഷം അനാർക്കയുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഇപ്പൊ ഇവിടുത്തെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാണ് അവൻ. മാത്രമല്ല സുനിലാണ് ഇന്റലക്ച്വലിനെ അപ്പുറത്തേക്ക് സ്പിരിച്വൽ കാര്യങ്ങളെ കുറിച്ച് അവൻ ഒരുപാട് പഠിക്കുന്ന ആളുകൂടിയാണ്. അപ്പൊ ബേസിക്കലി ഇവൻ എനിക്ക് കുറെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ പടത്തിന്. ആദ്യം കുറച്ച് ഐഡിയാസ് ഒക്കെ ഇപ്പോഴല്ല, നേരത്തെ. അല്ലല്ല അതിപ്പം സുനിലിന്റെ ക്യാരക്ടർ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ സുനിൽ ഡിസൈൻ ചെയ്തിട്ടാണ്. സുനിൽ ആക്ച്വലി ബിലീവ് ചെയ്യുന്ന സിസ്റ്റമേ വേറെയാണ്. ഫ്ലാറ്റ് എർത്തറാണ്. അല്ല അത് കുഴപ്പമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഫ്ലാറ്റ് എർത്തറാണ്. പിന്നെ സുനിൽ ബിലീവ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഫോട്ടോ ഒന്നും വിശ്വസിക്കുന്നില്ല.
അതാണ്. പിന്നെ അത് ഫ്ലാറ്റ് എർത്തറാണ്. പിന്നെ അത് കൂടാണ്ട് സുനിലൊരു ബുക്ക്, ഒരു പുതിയൊരു ബുക്ക് വന്നിട്ടുണ്ട്. അത് സുനിൽ വിശ്വസിക്കുന്നത് സീക്രട്ട് ബുക്കാണെന്നാണ്. ഹോളി മെഗില്ല എന്നാണ് ആ ബുക്കിന്റെ പേര്. സുനില് പറയുന്നത് അതാണ് സീക്രട്ട് ബൈബിൾ. ഒരു 10,000 പേരോ 10,000 പേരോടാ, എത്ര പേരുടെ കമ്മ്യൂണിറ്റിയാണ്? 10,000 ടെലഗ്രാമിൽ 1,076 പേർ ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയാണ് ഈ അത്രയും പേർക്ക് മാത്രമേ വേൾഡിൽ ഏറ്റവും വലിയ സീക്രട്ട് അറിയൂ എന്നുള്ളതാണ് അതിൻ്റെ